നിങ്ങൾ CM മൊയ്‌ലുള്ളാന്റെ അടുത്ത് പോയി അനുഭവം ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഇവിടുന്ന് പറഞ്ഞോളി. ഇവിടുന്ന് പറഞ്ഞോളി. CM മൊയ്‌ലുള്ള എന്താ അങ്ങോട്ട് പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. യാ കരീം, ഞാൻ പിന്നെ ഇവിടെ അവിടെ പള്ളിൻ്റെല്ലോ ഷെയ്ഖ് പള്ളിൻ്റെ അവിടുന്ന് മാപ്പ് കഴിഞ്ഞ് ഞാൻ ഉസ്താദിൻ്റെ അവിടെ ആ അടിയിൽ കൂടെ ഇങ്ങനെ പോയി നിൽക്കാൻ കഴിഞ്ഞിട്ട് കാല് ധരിച്ചാണ്. ഇരുന്നോളെ ബഹുമാനപ്പെട്ട CM വലുതാനെ പറ്റി അങ്ങനെ ഷെയ്ഖ് പള്ളിൻ്റെ അവിടുന്ന് വെള്ളം ഇങ്ങനെ ജുമാനിങ്ങനെ കടന്ന് ചെന്നപ്പോൾ നേരം 1 മണി 1:30 മണി 2 മണിയിട്ടേക്കുള്ളൂ. ചെന്നപ്പോൾ കയറി ചെന്നക്കാണ്ട് അപ്പം ഇങ്ങനെ കെടുക്കണം മൂപ്പര്. ഒരു തുണി എടുത്തുക്കണം, നല്ല പൗഡർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, വലിയ കുപ്പായൊന്നുമില്ല, പൗഡർ ഇങ്ങനെ ഇട്ട് കൊടിയുന്നുണ്ട്. അസ്സലാമു അലൈക്കും പറഞ്ഞ് ഞാനാണ് കടന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാ? അസ്സലാമു അലൈക്കും കടന്നപ്പോൾ എന്നോട് പറഞ്ഞു എന്തേ പോന്നു ചോദിച്ചത്. അപ്പം ഞാൻ എൻ്റെ വിഷയം പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, കുട്ടി അത് ഭയങ്കര കൊടുക്കാണ് നിങ്ങൾ ഒരുപാട് നൂലാന്മാരായിട്ട് കുടുങ്ങും. മൂപ്പരിൻ്റെ ഉള്ളിലെ കാര്യം എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ്. അത് കുടുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോരണ്ട എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഉസ്താദെ പോരാൻ പറ്റൂല, എനിക്കവിടെ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന്. അപ്പം അങ്ങോട്ട് കിടന്നു, ആ ഒരു ഭാഗത്തേക്ക് കൊണ്ട് കിടന്നു. കഴിഞ്ഞിട്ട് 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്നിട്ട് എന്നോട് പറഞ്ഞു, അത് ശരിയായിക്കോളും, നല്ലൊരു ഇതാകുമ്പോൾ, നല്ലൊരു ഭവനാകുമ്പോൾ അത് വിറ്റ് പോയിക്കോളും എന്നാണ്. ഓക്കെ. എന്നോട് ചോദിച്ചു, നിങ്ങൾ ജമലിയിലാണെന്ന് ചോദിച്ചു. ജമലിയിലാണ്. പിന്നെ എന്നാലേ നിങ്ങൾ ഇപ്പോൾ പോയിക്കോളി, ഇനി ഇങ്ങോട്ട് വരരുത്, ഞാനവിടെ വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കീസിന് ഒരു 50 ഉറുപ്പ്യ എടുത്ത് കൊടുത്തു. 50 ഉറുപ്പ്യ എടുത്ത് കൊടുത്തപ്പോൾ അത് ആ ജനാലിൻ്റെ ചില്ലിൻ്റെ നേരെ ഇങ്ങനെ ഒരു 10-15-20 വട്ടം ഇങ്ങനെ അതിങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് അത് തന്നു. ഒന്ന് കണ്ടു, നിങ്ങൾ പോയിക്കോളി, ഞാൻ അവിടെ വരും, നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, ഞാൻ പോട്ടെ, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ഞാൻ പോന്നു. അല്ല, ഞാൻ പോകുന്നില്ല, ഞാൻ ആ പൈസ കൊടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്നപ്പോൾ ആ പൈസ ഇങ്ങോട്ട് തന്നു, ഇങ്ങനെ ആക്കി പൈസ ഇങ്ങോട്ട് തന്നുകാണ്ട് അപ്പം പിന്നെ എൻ്റെ വേറെ തരണം എന്ന് പറഞ്ഞോട്. അങ്ങനെ തന്നെ വേറെ തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കീസിൽ 20 ഉറുപ്പ്യ ഉള്ളത് അത് കൊടുത്തപ്പോൾ കിടക്കൻ്റെ ചോട്ട് കൊണ്ട് വെച്ചു. എന്നാൽ ഉസ്താദ് ഞാൻ പോട്ടെ, നിങ്ങൾ വരരുത്, ഞാൻ അവിടെ വരും. അങ്ങനെ ഞാൻ അവിടെ പോന്നു കഴിഞ്ഞ് ഒരു സദർ മുഅല്ലിം എന്നോട് പറഞ്ഞു, നമ്മളെല്ലാവരും പോയി നോക്കാം. ഞാൻ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ കൂട്ടിക്കൊണ്ടാണ്ട, എന്നോട് ഉസ്താദ് CM മൊയ്‌ലുള്ള പറഞ്ഞാണ് അവിടെ ചെല്ലാണ്ടെന്നുള്ളത്, അതുകൊണ്ട് നിങ്ങൾ എന്നാലും അല്ല പോയി നോക്കാം എന്ന് ഞങ്ങൾ ഇങ്ങനെ പോയി. അപ്പോൾ 100-300 ആൾ വരിയായിട്ട് നിൽക്കുന്നുണ്ട് അടിയിൽ. ഓരൊക്കെ കയറി പോകാൻ വേണ്ടിയിട്ട് ഞാനവിടെ കടക്കാൻ വേണ്ടി നിൽക്കുക അടിയത്തെ വാതിൽ. അപ്പം എന്നോട് പറഞ്ഞു, അല്ല അവിടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളല്ലേ അബ്ദുറഹ്മാൻ ജമലി തങ്ങൾ, അതുകൊണ്ട് നിങ്ങളോട് ഉസ്താദ് പോകാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ട്, അസ്സലാമു അലൈക്കും എന്ന് വാതിലണ്ട് അടച്ചു. അപ്പോൾ ഈ ബേക്കിലുള്ള ആൾക്കാർ കുറച്ച് 100-100 ആൾക്കാരുണ്ട്, ഓലെരുമ്പാടെ വച്ചിമൂളിയും കൂട്ടി, നിങ്ങളെ കൊണ്ടാണ് ഇപ്പോൾ കിട്ടിയത് അങ്ങനെ. അപ്പം മോദിയിൽ പറഞ്ഞു, മൂപ്പരെന്താ ചെയ്യുക, തങ്ങളെന്താ ചെയ്യുക? തങ്ങളെന്നു പറഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയി. തങ്ങളെന്താ ചെയ്യുക, മൂപ്പരവിടെ വന്ന് പറഞ്ഞു കണ്ടില്ലേ എന്നും പറഞ്ഞു. ഞങ്ങൾ ഇങ്ങോട്ട് പോവുകയും ചെയ്തു. ആൾക്കാരെല്ലാം പാടെ പിരിഞ്ഞു, വാതിലായിട്ട് അടിച്ചപ്പോഴും ആൾക്കാർ പിരിഞ്ഞു പോയി. ഇതാണ് അനുഭവം ഉണ്ടായത്. അല്ലാഹു അവരുടെ ബർക്കത്ത് നമുക്ക് തരട്ടെ, അവരുടെ മദത് നൽകട്ടെ, നമുക്ക് അവരെ സഹായം നമുക്കൊക്കെ ഉണ്ടാകട്ടെ, സഹായവും അനുഗ്രഹവും അവരെല്ലാ ഇതും നമുക്ക് ഉണ്ടായി തീരട്ടെ. നമുക്ക് പിന്നെ എന്ത് അവരോട് കൂടി സ്വർഗത്തിൽ കടക്കാനും നമുക്ക് അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. ആമീൻ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.